നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്നറിയാനായിട്ട് ഒന്നൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. ഉത്രാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പം ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ സമയത്ത് ദൈവാധീനമുണ്ട്, അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എങ്കിൽ പോലും കുറച്ച് തടസ്സങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ കുടുംബ സംബന്ധമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. എങ്കിലും ദൈവാധീനമുണ്ട്, കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ജൂൺ മാസത്തിൽ വ്യാഴം അഷ്ടമത്തിലേക്ക് മറയും. അതിനുശേഷം പിന്നെ ദൈവാധീനക്കുറവിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്തർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. പിന്നെ നവംബർ ഡിസംബർ മാസങ്ങൾ ദൈവാധീനം വർദ്ധിക്കുന്ന മാസമാണ്. ആ സമയം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക വരുന്ന മകരക്കൂറിലാണ്. അപ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ അഷ്ടമവ്യാഴാണ്. അതുകൊണ്ട് ജൂൺ മാസം വരെയുള്ള സമയത്ത് ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. മാത്രമല്ല 4ാം ഭാവാധിപതി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് മെയ് മാസം വരെയുള്ള സമയത്ത് സാമ്പത്തിക ഞെരുക്കവും അപ്രിയമായ സംസാരം, കലഹം, സഹായികൾ ശത്രുക്കളാകുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ യോഗമാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് ജൂൺ മാസം മുതൽ 7ലേക്ക് വ്യാഴം വരികയും ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി ഉണ്ടാകുകയും ചെയ്യുന്ന കാരണം മധ്യത്തിന് ശേഷം, ഒരു വർഷമധ്യത്തിന് ശേഷം അങ്ങോട്ട് നല്ല ഗുണങ്ങളും അഭിവൃദ്ധിയും ഉയർച്ചയും അനുഭവപ്പെടുന്നു. അപ്പോൾ കർമ്മ സംബന്ധമായിട്ട് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സ്വന്തമായി തൊഴിലെടുക്കുന്നവർക്ക് ജോലിയിൽ നല്ല ഉയർച്ച, ബിസിനസ്സിന് നല്ല ഉയർച്ച ഉണ്ടാകും. അപ്പോൾ എല്ലാ കാര്യത്തിലും നേട്ടവും കുടുംബസുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നവംബർ മാസം വരുമ്പോൾ, അതായത് ഒക്ടോബർ മാസം 30-ാം തീയതിയോടുകൂടി വ്യാഴം വീണ്ടും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അഷ്ടമ വ്യാഴം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പം നവംബർ ഡിസംബർ മാസങ്ങൾ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനക്കുറവുള്ളൊരു വർഷമായിരിക്കും. ആ മാസങ്ങളാണ് ഈ 2 മാസം, നവംബറും ഡിസംബറും. അപ്പോൾ പൊതുവെ പറയുമ്പോൾ വർഷത്തിൽ ഒരു 6 മാസം മാത്രം ഗുണഫലം അനുഭവിക്കുകയും ബാക്കി 6 മാസം ദോഷഫലങ്ങൾക്കും യോഗമാണ്. ഗുണദോഷ മിശ്രമായിട്ടുള്ളൊരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് മുടങ്ങാതെ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നാഗപൂജയും ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഇങ്ങനെയുള്ള വഴിപാട്, ഇടയ്ക്ക് ഗണപതി ഹോമം, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ ഈ 2026 അനുകൂലമാക്കി എടുക്കാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. എന്തായാലും നല്ല പ്രാർത്ഥന ഉണ്ടാകണം, ക്ഷേത്ര ദർശനത്തിന് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.